Hey guys and welcome back to my channel. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എസ്തെറ്റിക് പെയിൻറ്റ്സിൻ്റെ തേർഡ് സീരീസിലേക്കാണ്. ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഫ്ലോറൽ അറബിക് കാലിഗ്രഫി പെയിൻറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഡോംസിൻ്റെ സ്കെച്ച് ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ബഞ്ചൊന്ന് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം വളരെ ലൈറ്റായിട്ട് ഫ്ലവേഴ്സിൻ്റെ പൊസിഷൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പെയിൻറ്റിങ്ങിനായിട്ട് ഞാൻ എടുക്കുന്ന കളേഴ്സ് ഗ്രീൻ, ക്രിംസൺ റെഡ്, നേവി ബ്ലൂ ആൻഡ് മസ്റ്റാർഡ് യെല്ലോ. വളരെ കുറച്ച് എമൗണ്ട് പെയിൻറ്റ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോയിൻ്റ് ആയിട്ടുള്ളൊരു ബ്രഷും കുറച്ച് വെള്ളവുമാണ് നമുക്ക് ഇതിൽ വേണ്ടത്. നമുക്കിനി ഫ്ലവറിൻ്റെ മിഡിലിൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി പെറ്റൽസും വരച്ചു കൊടുക്കാം. പെറ്റൽസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ മിഡിലിൽ വരച്ചിട്ടുള്ള പെയിൻറ്റിലേക്ക് കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ഫീൽ നമുക്ക് കിട്ടും. വാട്ടർ വെച്ച് പെറ്റൽസ് വരച്ചതിന് ശേഷം ഇനി നമ്മൾ പെയിൻറ്റിൽ മുക്കി പെറ്റൽസിൻ്റെ എഡ്ജിൽ ഓരോ ഡോട്ട്സ് പോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെയിം പ്രോസസ്സിൽ നമുക്ക് റെഡ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവറും കൂടി വരക്കാം. ഇതുപോലെ ഡോട്ട്സും പിന്നെ വാട്ടറിൽ മുക്കി പെറ്റൽസും കംപ്ലീറ്റ് ചെയ്യുക. ശേഷം പെയിൻറ്റിൽ മുക്കി നമ്മൾ എഡ്ജും കംപ്ലീറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലെ സിമ്പിൾ ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്സിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ വേണ്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് സ്റ്റെമ്മാണ് വരക്കേണ്ടത്. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെമ്മ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഫ്ലവേഴ്സുമായിട്ടും സ്റ്റെമ്മ് കണക്ട് ചെയ്തിരിക്കണം. അതോടൊപ്പം ചെറിയ ചെറിയ ലീവ്സും സെയിം പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ ഫ്ലവേഴ്സിന് ചുറ്റും ലീവ്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളുടെ ഫ്ലവറിൻ്റെ ബഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അറബിക് കാലിഗ്രഫിയിൽ ശുക്ർ എന്ന വേർഡാണ് മുകളിൽ വരുന്ന രീതിയിൽ എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്കറോ പെന്നോ ബ്രഷോ യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഷാണ്. ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടാണ് ഞാൻ ശുക്ർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹർക്കത്തുകൾ ഇടാൻ വേണ്ടി ഞാൻ 0 പോയിൻറ്റിൻ്റെ ബ്രഷുമാണ് യൂസ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. ആൻഡ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഐ വിൽ ക്യാച്ച് യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.